മണിയേ, ആ തെങ്ങിന്റെ ചോടൊക്കെ ആണെങ്കിൽ കാട് പിടിച്ച് കിടക്കണം. അത് മാത്രമല്ല ഒഴിഞ്ഞു വീഴുന്നുണ്ട്. അതെങ്ങനെ? ആകെ 5-6 തെങ്ങാ ഉള്ളത്. അതില് കിട്ടുന്നത് 10-15 തേങ്ങ. ആരെങ്കിലും വിളിച്ച് കയറ്റാന്ന് കഴിഞ്ഞാൽ ഒരാളെ കിട്ടാനില്ല. അത് 250-300 രൂപയാണ് ഒരു തെങ്ങി കയറണം. കൊടുക്കാന്ന് വിചാരിച്ചാലും വല്ലവരും കിട്ടണ്ടേ? അതെ, ഇപ്പൊ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ആള് നാളെ എത്തും. അവർക്ക് വരെ ഡിമാൻഡ്. ഇതൊന്നും തെങ്ങി കയറാൻ അറിഞ്ഞൂടെ? പിന്നെ ഞാൻ കയറുവായിരുന്നല്ലേ പണ്ട് വീട്ടിൽ. അത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സൈക്കിളിൽ നിന്ന് കാലൊടിഞ്ഞില്ലേ, മുട്ട്. അതിനുശേഷമല്ലേ ഞാൻ കയറാത്തത്. അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ അവിടെ ഉള്ള തെങ്ങിലൊക്കെ കയറി തേങ്ങ കിടക്കുന്ന വീട്ടില് കൊച്ചിലെ കരിക്കടത്ത് പിടിക്കാൻ വരെ കയറുമായിരുന്നു. കരിക്ക് മാത്രം നല്ലല്ലേ? അല്ല, അത്യാവശ്യത്തിന്. പിന്നെ നമ്മുടെ അവിടുത്തെ വീട്ടിലൊക്കെ അന്ന് വലിയ പൊക്കമുള്ള തെങ്ങല്ലല്ലോ, 2 ആൾ പൊക്കം. അങ്ങനെ കയറി കിടക്കുമായിരുന്നു. നമുക്കേ 2 പെൺപിള്ളേരുടെ കൂടെ ഒരു ചെറുക്കനും കൂടെ വേണമായിരുന്നല്ലേ? എന്തിന്? ആൺപിള്ളേരാവുമ്പോഴേ മരത്തിലേക്ക് വലിയ നിങ്ങൾ കയറിക്കോളുമല്ലോ. വേണമായിരുന്നോ? ഒരു ആൺകുട്ടിയും കൂടെ വേണമായിരുന്നോ? ഓ വേണ്ട. വേണോ? അല്ല മണി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു ആൺകുട്ടി ദത്തെടുക്കാം. എന്തോന്ന് പറയണതേ? എന്ത്? അല്ല, ഒരു ആൺകൊച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളത് സത്യമാണ് അല്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോട്ട്. അന്ന് പിന്നെ ബാങ്കിലെ ജോലി ഉള്ളത് കൊണ്ട് 2 കുട്ടികളെ വലിയ കഷ്ടപ്പാടില്ലാതെ വളർത്താൻ പറ്റി. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമുക്കൊരു കുട്ടിയും കൂടെ ആവായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, 2 പെൺപിള്ളേരല്ലേ ദൈവം തന്നത്. ഉള്ളത് വെച്ച് സന്തോഷത്തിൽ ജീവിക്കാം. മണി, എനിക്കൊരു ഐഡിയ. നമുക്ക് ഈ റിങ്കിയും പിങ്കിയും ഒരു ആണുങ്ങളുടെ ഒക്കെ ഡ്രസ് ഇടിപ്പിച്ച് ഒരു സൗട്ടിങ്ങിന് പോയല്ലോ, ആൺപിള്ളേരെ പോലെ സ്റ്റൈലില്. അവർക്ക് ഇഷ്ടമാവും. എന്റെ പൊന്ന് രവിയേട്ടാ, ഇത് എന്തോന്ന് കാണിച്ചു വെച്ചത്? ചമ്മന്തി ഇറങ്ങി തേങ്ങ വേണമെന്നല്ലേ പറഞ്ഞു. ഒരു ഉപകാരം ചെയ്തൊന്ന് കാണിച്ചു വെച്ചേക്കണം. നോക്കി ഇവിടെ അത്രയും പൊടിയാക്കി. അത് കുഴപ്പമില്ല, ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെയ്തു തരാം മണി. നീ അയിൽ കിടന്ന് പിടിക്കാതെ. ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയുടെ വലിപ്പം കണ്ട ഇത്രയേ ഉള്ളൂ. മുമ്പ് എന്ത് വലിപ്പമുള്ള തേങ്ങയായിരുന്നു. ഒന്നും ചെയ്യുന്നില്ലല്ലോ, വളമൊന്നും ഇല്ലല്ലോ ഇപ്പം. ഇത് മൊത്തം ഇട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലും ഇവിടെ തികയില്ല. ഉരുട്ടി വിഴുങ്ങല്ലോ എല്ലാം കൂടി. നീ ഇത് ചമ്മന്തി ഉണ്ടാക്കുന്നു. ചോറ് വേണ്ട, ഇന്ന് കഞ്ഞി മതി. കൊറേ നാളല്ലേ, കഞ്ഞിയും ചമ്മന്തിയും മതി. ഓക്കെ, എന്നായിക്കോട്ടെ. മക്കളെ, ഈ കല്ലെടുത്ത് മാറ്റും മോളെ. കല്ലെടുത്ത് കളാ. ദൈവമേ, എന്ത് മടിയോ? മടിയൊന്നുമില്ല, പൊങ്ങോന്ന് അറിയത്തില്ല. ആ സൈഡിലോട്ട് കഷ്ട, ഞാൻ എടുത്ത് വെക്കായിരുന്നല്ലോ. അവള് വെച്ചാ ഇരിക്കൂലേ? ആരോഗ്യമില്ലല്ലോ. ഇനി ഒരു പണി എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ ഇവിടെ മോളെ, നമുക്കുണ്ടല്ലോ ഈ ഏരിയയിൽ മൊത്തം പച്ചക്കറി ഉണ്ടാകും, കൃഷി ചെയ്യണം. പാവല്, പടവലം, ഇതൊക്കെ ചെയ്ത് വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിന്ന് കായ്ഫലം എടുത്ത് നമ്മൾ കഴിക്കണം. അവനവന്റെ വീട്ടില് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ അനുഭവിക്കുന്ന ഈ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടല്ലോ, അതില്ലാതാവും. അച്ഛൻ പറഞ്ഞു വരുന്നത് എല്ലാ വീടുകളിലും ഒരു കൃഷിത്തോട്ടം വേണോന്നാണ്. അതെ, നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് എടുക്കാം. അതല്ലേ? അതെ, കറക്റ്റ്. മക്കളെ, നമ്മുടെ പറമ്പിലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ ഇതല്ലേ. ഉദാഹരണത്തിന് ഈ പാവയ്ക്ക, പയറ്, ചീര, പടവലം, ഇതൊക്കെ, മുരിങ്ങയില, ഇതൊക്കെ, വെണ്ടയ്ക്ക, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കുകയാണെങ്കിലേ അത്ര ഇതല്ലേ. മാത്രമല്ല വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കിട്ടും. മനസ്സിലായി? ഇപ്പൊ ഇതൊന്നും ചെയ്യാത്തോണ്ട് എന്താ സംഭവം? അന്യ സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. അതും മായം ചേർത്തതും കെമിക്കൽ അടിച്ചതുമായിട്ടുള്ള ഹൈ പോയിസൺ സാധനമാണ് കിട്ടുന്നത്. ചെറുപ്പത്തില് ഇവക്കൊക്കെ അസുഖം കിട്ടും. എനിക്ക് ആരോഗ്യമില്ലല്ലോ. നിനക്ക് പിന്നെ അസുഖം ഇല്ലല്ലോ. ആരോഗ്യമില്ലല്ലോ. ഒരു കല്ലെടുത്ത് പൊക്കാൻ പോലും ആരോഗ്യമില്ല. പിന്നെ എന്റെ അപ്പൂപ്പന്റെ കാലത്തെ, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും പറമ്പില് വീഴാതെ, പറമ്പില് പണിക്കാരാണല്ലോ, അപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ പുരയിടത്തിൽ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കും. അമ്മൂമ്മയാണെങ്കിൽ ഒരു വലിയ ചോറ്റുപാത്രത്തില് ഈ ചുട്ടരച്ച ചമ്മന്തി, തേങ്ങ ചുട്ടിട്ട് ചമ്മന്തിയും കഞ്ഞിയും ഒക്കെ കൊണ്ടുവരും. എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ആ മരത്തിന്റെ ചോട്ടിൽ തണലിലിരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച്, ഉത്സവം പോലെയാണ്, രസമാണ്. കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുക.
അതൊക്കെ ഓർക്കുമ്പോ എനിക്കും കഞ്ഞി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ അച്ഛന്മാർ അവിടെ പോകുമ്പോ ഉണ്ടല്ലോ, അച്ഛമ്മ നല്ല കിട്ടില്ല ചമ്മന്തി, പിന്നെ കുറച്ച് ചിലപ്പോ തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയത്, അതും പുളി വെച്ചിട്ട്, അയ്യോ കിട്ടില്ല ചമ്മന്തിയാണ്. അതിങ്ങനെ അച്ഛമ്മയില്ലേ ഇത് പപ്പടം പൊള്ളിച്ചത്, അത് ഇങ്ങനെ ഇതെടുക്കണല്ലേ, എണ്ണയിലിട്ട് എടുക്കണല്ല, ചൂട് കഞ്ഞി എടുത്തിട്ടേ അമ്മ അതിന്റെ പുറത്ത് കുറച്ച് തേങ്ങാ പീര ഇങ്ങനെ ഇടും, തേങ്ങ ചൊണ്ടിയിട്ട് ചൂട് കഞ്ഞിയിൽ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് ആയിരുന്നു. ആ കാലമൊക്കെ പോയി, എന്തോന്ന് ചെയ്യാൻ.